സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് വഴി മാത്രം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് രേണു സുധി. കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് രേണുവിന് ഇത്രയും അധികം ആരാധകർ ഉണ്ടാവാൻ തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം എത്രയോ വിമർശനങ്ങളാണ് താരം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ അടുത്തിടെ പോലും മൂത്ത മകനായ കിച്ചു സുധിയും രേണു സുധിയുമുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയധികം വൈറലായിരുന്നു. സ്വന്തം അമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത കിച്ചുവിനെ രേണു ഇത്രയൊക്കെ വളർത്തിയില്ലേ എന്ന് രേണുവിനെ പിന്തുണച്ചവർ പോലും പിന്നീട് തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് രേണു പുതിയ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി മാത്രം, സുധിച്ചേട്ടനെ എന്നും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞ രേണു ഇന്ന് സബ്സ്ക്രിപ്ഷനിലൂടെ നേടുന്നതാവട്ടെ ലക്ഷങ്ങളാണ്. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇത്രയുമൊക്കെ കാണാൻ ഇത്രയും ഗതികെട്ടവന്മാർ ഈ കേരളത്തിലുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം 200 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 400-ലധികം ആളുകളാണ്. ഏകദേശം 6 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ രേണു സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം സമ്പാദിക്കുന്നത്. ഇനി ഉദ്ഘാടനങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ ലഭിച്ചില്ലെങ്കിലും സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി രേണു ജീവിച്ചോളും. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെയാണ് കൂടുതലും രേണുവിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ. എന്നാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അശ്ലീല വീഡിയോകൾ മാത്രം പ്രതീക്ഷിച്ചു വരുന്നവരെ ചൂഷണം ചെയ്യുകയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ. സത്യം പറഞ്ഞാൽ അവർ ഒന്നും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ കാണിക്കുമെന്ന് ബോധ്യപ്പെടുത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും പലരും കമൻറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല രേണുവിനൊക്കെ എന്ത് കാണാനാണ് എന്നൊക്കെയാണ് പലരും മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക.